വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൂന്നാറിൽ വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്ന് ഇതേപോലെ ഇരവികുളം നാഷണൽ പാർക്ക്, രാജമല കാണാതെ പോവുകയും ചെയ്തത്. ഇതുപോലെ സുന്ദരമായൊരു സ്ഥലം, രസം നമുക്ക് ഒരിടത്ത് പോയാലും കിട്ടില്ല. അതിമനോഹരമായിരിക്കുന്നു കാഴ്ചകൾ. അപ്പം പോകുന്ന വഴിയിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൂന്നാറിലെ ഏറ്റവും പൊക്കത്തിലുള്ളൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്, ഏറ്റവും റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്, ദേശാടൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ കാറിൽ വന്ന് ഇവരുടെ ബേസ് ക്യാമ്പിൽ വരണം. അതായത് രാജമല ബേസ് ക്യാമ്പ്, അതായത് ഇരവികുളം നാഷണൽ പാർക്കിന് വരണം. അവിടെ നിന്ന് നമുക്ക് നേരെ ഒരു ബസ്സിൽ കയറ്റി നമുക്ക് മേളിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ മേളിലോട്ട് കൊണ്ടുപോകുന്ന വഴികളാണ്. നല്ല മൂടൽ മഞ്ഞും ചെറിയ ചാറ്റൽ മഴയുണ്ട്. പക്ഷേ രസമുണ്ട് ഇറങ്ങി നടക്കാനും. നല്ല സൂപ്പർ ക്ലൈമറ്റ്, നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കാണാൻ പറ്റാത്ത പോലത്തെ മഞ്ഞുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴാണ് ശരിക്കും കേരളം എത്ര മനോഹരമാണ്, സ്വന്തം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് മനസ്സിലാവുന്നത്. മൂന്നാറിൽ ഇത് കാണാതെ, ഇവിടെ വന്നിട്ട് മൂന്നാറിൽ വന്ന് ഇത് കാണാതെ പോവുകയും ചെയ്തു. മൂന്നാർ പ്രോപ്പറിലൊന്നും റൂം എടുക്കാതെ അങ്ങോട്ടും മാറി എടുത്തിട്ട് ഇതുപോലെ നല്ല രസമുള്ള നോക്കി എടുത്തിട്ട് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കുന്നു, നല്ല രസമുണ്ട്. ഇപ്പം ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ് 200 രൂപയാണ് ഒരാൾക്ക്. നമ്മൾ കയറി അവരവിടെ നേരെ കൊണ്ടുവന്ന് ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ, അതിൻ്റെ ഏറ്റവും മേളിൽ ഇറക്കുകയാണ്. ഇനി നമ്മൾ മേളിലോട്ട് നടന്നു പോകണം. അവിടെ ഇറങ്ങി നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് മേളിലോട്ട് താഴെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അത് കാണിച്ചാൽ മതി. അപ്പോൾ അത് അവിടെ കുറച്ച് നല്ല എല്ലായിടത്തും ഉള്ളതുപോലെ കുറച്ച് പേർ ഷോപ്സൊക്കെ ഉണ്ട്. ബുദ്ധൻ്റെ പ്രതിമകൾ അങ്ങനത്തെ കുറേ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വാങ്ങിക്കാൻ രസമുണ്ട്. അവിടെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്ന, അപ്പുറത്ത് ഈ രാജമലയെ പറ്റിയും വരയനാടുകളെ പറ്റിയൊക്കെ പറയുന്ന ഒരു ചെറിയൊരു മ്യൂസിയം പോലെ ഉണ്ട്, അത് കാണാം. അപ്പം നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ, ഇപ്പം ചെറിയ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ ആ മനോഹരത കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി മേളിലോട്ട് നടക്കുകയാണ് ചെയ്യാനുള്ളത്. ഞങ്ങളങ്ങനെ അങ്ങോട്ടകത്തോട്ട് കയറാൻ നിൽക്കുകയാണ്. നല്ല രസമുള്ള കാലാവസ്ഥ, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്, ചെറിയ മഴയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ടോളറബിളാണ്. കുട കരുതിക്കോണം, ചിലപ്പോൾ തിരിച്ച് വരുമ്പം ഭയങ്കര മഴയാണെങ്കിൽ നനയേണ്ടി വരും. പക്ഷേ അങ്ങനെ അവിടെ മഴ നിൽക്കില്ല, പെയ്തിട്ട് ഉടനെ അങ്ങ് തീരും. അപ്പോൾ അവിടുത്തെ കടകളിലെ രസം, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കണം കേട്ടോ, രസമാണ്. പക്ഷെ നമ്മളേതായാലും തൽക്കാലം ഒന്ന് മാച്ചില്ല, കൊണ്ടു കിടക്കാൻ മടിച്ചിട്ട്. എന്നിട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഇടതുവശത്ത് മലയുണ്ട്, നല്ല മലയുടെ ഒന്നും ഒഴുകി വരുന്ന നല്ല രസമുണ്ട് കാണാൻ. മഞ്ഞ് ഉണ്ട്, വെള്ളച്ചാട്ടം ഇങ്ങനെ നല്ല മേളിൽ നിന്നേ വരുന്നുണ്ട്. നമുക്കിനി അകത്തോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ക്ലിയറായിട്ട് കാണാം. നല്ല കയറ്റമാണ്, 1 കിലോമീറ്റർ. പതുക്കെ നടക്കാവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിതയ്ക്കും. പയ്യന്മാർ സെറ്റൊന്നും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും കയറിപ്പോകാം. പക്ഷെ പതുക്കെ നടന്നു പോകാവോ, അതാണ് നല്ലത്. മേളിലോട്ട് അങ്ങനെ തണുപ്പ് കൂടെ ഉള്ളതുകൊണ്ടും ഓക്സിജൻ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ എല്ലാം ചെല്ലുമ്പോൾ അതിന് അക്ലിമറ്റൈസ് ചെയ്ത് വരുന്നവരെ നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ പതുക്കെ ചെയ്യാവും, അങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുണ്ട്. എന്താണ് വരയനാട്, എന്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇതൊക്കെ, അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട ഞങ്ങളവിടെ നിൽക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പതുക്കെ മേളിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു സമ്മറി ഉള്ളൊരു ചെറിയൊരു മ്യൂസിയം പോലെ ഉണ്ട്. അതിലോട്ട് കയറി അവിടുത്തെ വീഡിയോസ് എല്ലാം ഇങ്ങനെ എടുക്കുകയാണ്. അവിടെ എന്തൊക്കെ ജീവജാലങ്ങളുണ്ട്, എന്തെല്ലാമാണ് അതിൻ്റെ കാര്യം, ഇതൊക്കെ വരയനാടൊക്കെ വളരെ ലോകത്ത് തന്നെ വളരെ റെയറായിട്ട് കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമുക്കൊരു ഇതാണ്, നല്ല വളരെ. ഞാൻ പിന്നെ ആലോചിച്ച് ഇതെന്ത് വേറെ മലകളിലൊക്കെ കയറി പോകുന്നില്ല എന്നുള്ള ഞാൻ ആലോചിച്ചാണ്. അവിടെ മാത്രമാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കാണുന്നുള്ളൂ, അല്ലാതെ വേറെ ഇടത്തും അങ്ങനെ അധികം കാണാറുമില്ല. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് മേളിലോട്ട് വളരെ നല്ല ഫ്രണ്ട്ലിയാണ്, ഇതിങ്ങനെ അടുത്തൊക്കെ വരും. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ പലരും നോർത്ത് ഇന്ത്യക്കാരും എല്ലാവരും ഉണ്ട്, സായിപ്പന്മാരും എല്ലാം ഉണ്ട്. നല്ല രസമായിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ. അപ്പോൾ അവിടെ നിന്ന് മഞ്ഞ് കൂടി തുടങ്ങി, മഞ്ഞ് കൂടുതലായിട്ട്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി അമ്മയുടെ അടുത്തൊക്കെ മാറിയിട്ട് അങ്ങോട്ട് തന്നെത്താൻ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് രസം തോന്നിച്ച്. ഇനി തിരിച്ചവൻ്റെ അമ്മയുടെ അടുത്ത് വിളിച്ച്, ഹിന്ദിക്കാരൊക്കെയാണ്, പറഞ്ഞു ആരും കുഴപ്പമൊന്നുമില്ല, അവിടെ തിരിച്ച് വന്നോളൂ, തന്നെത്താനായിട്ട് തിരിച്ച് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മുമ്പ് സാധനത്തിൻ്റെ അടുത്താണ് മൊബൈൽ കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇരുത്തിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്നു തുടങ്ങിയാണ്. നടന്ന് 1 കിലോമീറ്റർ
ഫുൾ തേരിയുണ്ട്, മൊത്തം വലിഞ്ഞ് കയറണം. പതുക്കെ നടന്നാൽ മതി. മഞ്ഞുണ്ട്, നല്ല മഞ്ഞുണ്ട്, കാണാൻ പറ്റാത്ത പോലത്തെ മഞ്ഞും ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെയും പോവും. അങ്ങനെയാണ്. അപ്പം ഞങ്ങളങ്ങനെ പതുക്കെ മേളിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആളുണ്ട് കേട്ടോ. 1000 പേര് കൂടുതലെങ്കിലും വരും കാണാനായിട്ട്. സൈഡിലെല്ലാം മുള വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള നല്ല വ്യൂസ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. നമ്മൾ ഭയങ്കര റൂഫ് ടോപ്പിൽ കയറി ആകാശത്തിന് മേളിൽ കയറി ഇരുന്ന പോലെ തോന്നും. കാരണം താഴെയാണ് മഞ്ഞ്, മേഘങ്ങളൊക്കെ താഴെയാണ്. അപ്പം അങ്ങനെ പതുക്കെ മേളിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്നിട്ട് നേരെ മേളിൽ ഇനി കുറേ ദൂരം നടക്കാറുണ്ട്. 1 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് പതുക്കെ ഞങ്ങളൊക്കെ പതുക്കെ നടക്കുള്ളൂ. കാരണം അതാണ് രസം. എൻജോയ് ചെയ്ത് കിടക്കുകയും ഫോട്ടോസ് എടുക്കുകയും ചെയ്യാം. അങ്ങനെ നേരെ മേളിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പം ഇങ്ങനെ നടന്നിട്ട് വൈഫും ബ്രദറും ബ്രദറിൻ്റെ വൈഫും ഉണ്ട്. അപ്പം അങ്ങനെ നേരെ മണ്ടയ്ക്കോട്ട് കയറിക്കൊണ്ട് ഈ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേളിലോട്ട് തണുപ്പ് കൂടി വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, മഞ്ഞുമുണ്ട്. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിങ്, നല്ല രസമുണ്ട് കാലാവസ്ഥ. നിൽക്കാനൊക്കെ നല്ലത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുട്ടായിയൊക്കെ കഴിക്കും. കാരണം നമ്മുടെ കലോറി നമുക്ക് BMRനെ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസ് എന്നാലേ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പതുക്കെ നടന്നുണ്ട്. ഇപ്പോൾ വഴിയിലൊക്കെ വെച്ച് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു സ്ത്രീകൾ ചോദിക്കണം മേളിൽ പോയി എന്ത് കാണാനുണ്ട്. കാരണം അവർക്ക് നടക്കാൻ വയ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ നടന്നു പോയാൽ മതി, മേളിൽ ചെല്ലുന്ന നല്ല രസമാണെന്ന് പറഞ്ഞു. കാരണം തീരെ വയ്യാത്തവർക്കൊക്കെ ഈ തണുപ്പും കൂടെ അടിക്കുമ്പോൾ ശ്വാസം കിട്ടില്ല നല്ലപോലെ. അപ്പോൾ അതിന് ചെയ്യാനുള്ള അവിടെ നിന്ന് ആ കാലാവസ്ഥയായിട്ട് അക്ലിമേറ്റൈസ് ചെയ്യണം. അക്ലിമേറ്റൈസ് ചെയ്തിട്ട് എന്തിനും ഇറങ്ങാവും. അതുപോലെ ഒരുപാട് കൂടുതൽ ഓവറായിട്ട് ഓടുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ പിന്നെയും ബോഡിക്ക് കേടാണ്. മേളിലോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആളുണ്ട് കേട്ടോ കാണാനായിട്ട്. കണ്ടാൽ നിങ്ങൾ ഇടതുവശത്ത് നോക്കുമ്പോൾ അറിയാം, ഒന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മഞ്ഞിങ്ങനെ ഫുള്ളായിട്ട് മൂടി വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ആഴം. ആ താഴെ വന്നിറങ്ങിയിടത്ത് നിന്നാണ് നമ്മളിങ്ങനെ മേളിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് മഞ്ഞ് മാറും, പിന്നെയും വന്ന് മഞ്ഞ് കംപ്ലീറ്റ് വന്ന് നിറയും. അങ്ങനെയാണ് എൻ്റെ അവിടുത്തെ ആ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത. അപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്ന ആ മലയുടെ മേളിലാണ് വരേനാണ്. നമുക്ക് അടുത്തോട്ട് പോകാം. കുറച്ചുകൂടെ മേളിൽ പോകുമ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ട് വരും. കണ്ടോ, ഇത് സ്പ്രിംഗ് വാട്ടർ ഇങ്ങനെ വന്ന് ഇത് കുടിക്കാൻ കൊള്ളാം. ഡയറക്റ്റായിട്ട് സ്പ്രിംഗ് വാട്ടർ ഇങ്ങനെ വരികയാണ്. അത് വേറെ ഒന്നും ചെയ്യാതെ തന്നെ കുടിക്കാൻ കൊള്ളാം. ഞാൻ കുടിച്ചില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഇതിനകത്തൊക്കെ ഈ ജീവജാലങ്ങളുടെയൊക്കെ കാഷ്ടമൊക്കെ മേളിൽ കാണും ചിലപ്പോൾ. അതാണ് പ്രശ്നം. വെള്ളം തണുപ്പുള്ളതുകൊണ്ട് അങ്ങനെ ബാക്ടീരിയ ഒന്നും കാണില്ല. എന്നാലും പറയണം അത് ആ വെള്ളം ഇപ്പുറത്തോട്ട് ഒഴുകി പോകുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ എപ്പോഴും കെയർഫുള്ളായിട്ട് എല്ലായിടത്തും നിൽക്കാവും കേട്ടോ. കാരണം ചെറിയൊരു തെന്നലോ അല്ലെങ്കിൽ ചെറിയൊരു സാധനം മാറിക്കഴിഞ്ഞാൽ നേരെ തെക്ക് വടക്കനെ താഴെ പോകും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. സേഫ്റ്റി മെഷറെല്ലാം അവിടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അവിടെ PWDയുടെയൊക്കെ ജീപ്പുകളാണ് ആ പോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് നിന്നിട്ട് നമുക്കൊരു വ്യൂ പോയിൻ്റ് പോലെ ഇങ്ങനെ കയറി നിൽക്കാനുള്ളൊരു സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രസമുണ്ട് കാണാൻ. തടിയിലുണ്ടാക്കിയിട്ട് കല്ലൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അവിടെ കയറി നിൽക്കാം, റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാം. അതെല്ലാം കാണാനായിട്ട് അവിടെ നിന്നിട്ട് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ നോക്കാൻ പറ്റും. അവിടെ ഞങ്ങൾ 2-3 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നേരെ പിന്നെ അവിടെ നിന്ന് പിന്നെയും പുറത്തോട്ടിറങ്ങി മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ടേ പുറത്തോട്ടിറങ്ങിയപ്പോൾ അവിടെ ഓരോന്നിനകത്തും ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഓരോന്ന് വായിച്ചു നോക്കുന്ന രസമാണ്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ. ഇത് ചോലക്കാടുകളെന്ന് പറയുന്നതാണ് സാധനം. അപ്പോൾ ഷോല എന്ന് ഇംഗ്ലീഷ് കഴിക്കുന്നത് ചോലക്കാടുകളാണ് സാധനം. അപ്പോൾ അങ്ങനെ ചോല എന്ന് പറയുന്നത് തന്നെ ആ ഒരു നിഴലല്ലെങ്കിൽ ഒരു തണൽ എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അവിടുത്തെ മനോഹാരിത പോയി തന്നെ അറിയണം. നല്ല രസമുണ്ട്. നല്ലപോലെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. ശാന്തം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ശബ്ദമുണ്ട് കേട്ടോ. അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബസ്സിലിരുന്ന് കുറേ തമിഴന്മാരിങ്ങനെ ഉച്ചത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഡ്രൈവർ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്തിനാണ് ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇടയ്ക്കൊരു ചെറിയൊരു കോവിലൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെയാണ്. അതാണ് ആ വലതുവശത്ത് കണ്ടത്.
അപ്പോൾ ഈ സൈഡ് മുള പോലെ ഇങ്ങനെ വെച്ചിട്ട് മുള ഇങ്ങനെ വരച്ച് അതിനകത്തൂടെ താഴോട്ടിറങ്ങി പോകാം. ഞങ്ങളവിടെ പോയില്ല, കാരണം ഞാൻ മേളിലോട്ട് പോകാനുള്ള ആവശ്യമുള്ളതുകൊണ്ടും നമ്മൾ ഇനി ഒരുപാട് നേരം നടക്കാറുണ്ടല്ലോ. അങ്ങനെ പലരും പോയവർ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അവിടത്തൊക്കെ സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മേളിലോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തമായ ഏരിയ, ഒരു സൗണ്ടും കേൾക്കാതെ ആൾക്കാർ സംസാരിക്കുന്നതല്ലാതെ. അപ്പം നമ്മളങ്ങനെ പതുക്കെ മേളിലോട്ട് നടക്കുകയാണ്. പതുക്കെ നടന്ന് വരയനാടിനെ കാണാനായിട്ടും ഞങ്ങൾ വിചാരിച്ചു ഈ മഴയൊക്കെ ഉള്ളപ്പോൾ ഒന്നിനും കാണാൻ പറ്റില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമില്ല, മഴയൊന്നും അതിന് പ്രശ്നമല്ല. അത് വരും അന്നിങ്ങനെ പച്ച ഇലകൾ തിന്നുന്ന കാണാം, നമുക്കത് മേളിലോട്ട് ചെല്ലുമ്പോൾ കാണാം. ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മഞ്ഞിങ്ങനെ നല്ല കടുത്ത് വരികയാണ്, കാണാൻ പറ്റാത്ത രീതിയിൽ മൂടൽ മഞ്ഞിലോട്ട് ആയിക്കൊണ്ട് വരികയാണ്. പക്ഷെ മഴയത്ത് ഇവിടെ പോകുന്നതാണ് രസം കേട്ടോ. നമ്മൾ വിചാരിക്കും മഴയത്തോടെ ചെന്നാൽ മഴയാണ് ഏറ്റവും രസം. വരയനാട് നൈസാ തെളിഞ്ഞു തുടങ്ങി, അങ്ങോട്ട് പോകണം. കുറച്ച് അവന്മാർ അവിടെ ഇരുന്നിട്ട് അതിനെങ്ങനെ തൊടാനൊന്നും പാടേയില്ല. അതുപോലെ തന്നെ കല്ലെറിയാൻ പറ്റാത്തവന്മാർ ഇങ്ങനെയുണ്ട്, ബോധമില്ലാത്തവന്മാർ. ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അങ്ങനെ വേണ്ട, അയാൾ മറ്റേ ഓടിക്കണം, അവിടെ നിന്ന് അടുത്ത് വരരുത്. ഇവരിങ്ങനെ അടുത്ത് വന്നപ്പോൾ ആ ഫോറസ്റ്റ് ഗാർഡ് ഇങ്ങനെ കിടന്ന് പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവന്മാർ അതിനെ തൊടാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് കൊള്ളൂല. അപ്പോൾ നേരെ ഒരു ബറ്റാലിയൻ ഭയങ്കര കരമ്പലാന്ന് കിടന്നു. ഇവന്മാർക്കൊന്നും ഫോറസ്റ്റിൽ നിന്ന് കയറാനൊന്നും അറിഞ്ഞുകൂടാ. അത് ആദ്യം അവിടത്തൊക്കെ പറഞ്ഞു വിട്ടു കൊടുക്കണം, ഇങ്ങനെയാണ് കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, ഒച്ച ഉണ്ടാക്കരുത്, അത് മൃഗങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ. അങ്ങനെ അവരുടെ രാജ്യമില്ല, അവരുടെ സ്ഥലത്ത് അവരുടെ വീട്ടിലാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ നമ്മളവിടെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വേണം പോകാനായിട്ട്, സംസാരിക്കാതെ. അപ്പോഴേ കൂടുതൽ പേരെ കാണാനും ഒക്കെ പറ്റുള്ളൂ മൃഗങ്ങളൊക്കെ. നല്ല മഞ്ഞാണ്. നമ്മളങ്ങനെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇപ്പം വരയനാട് പിന്നെയും ക്ലോസ് ആയിട്ട് ഇനിയും കാണാൻ പറ്റും. ഇപ്പം നമ്മൾ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കയറ്റമാണ്. വരയനാടിനെ നമ്മളിങ്ങനെ അടുത്ത് കണ്ടാൽ വളരെ എക്സൈറ്റഡ് ആയി. കാരണം നമ്മൾ പണ്ടൊക്കെ പോയപ്പം ഇത് ഈ മലയ്ക്ക് മേടി നിൽക്കുന്ന മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അത് വളരെ അടുത്തായിട്ട് വരാറുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് അവിടെ കാണാൻ. നമ്മൾ വരയനാടിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ട് ഇതുകൊണ്ടോ കൂട്ടായി നിൽക്കുന്നത് നല്ല കമ്പനിയാണ് കേട്ടോ. ഇങ്ങനെ ഇറങ്ങി വരും. ഞങ്ങൾ വിചാരിച്ചത് കണ്ട് നമ്മളെ കണ്ട ഓടുമെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, അതെല്ലാം ആൾക്കാരെ കണ്ടുള്ള പരിചയമായിട്ടായിരിക്കും. വളരെ ചെറുതാണ് കേട്ടോ ആട്ടും കുട്ടിയും ഒരു ഗർഭിണിയായ ആടിനെല്ലാം നമ്മൾ കണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, മൂടൽ മഞ്ഞുമുണ്ട്. ഞങ്ങൾ മഴ ഉണ്ടെങ്കിൽ ഇത് കാണൂലെന്ന് വിചാരിച്ചാണ് പോയത്. ഇപ്പോൾ ഒരു ബറ്റാലിയനെ കാണാം, ഒരു വോളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മലനിരകളിൽ മാത്രം കാണുന്ന വളരെ റെയറായിട്ടുള്ള സ്പീഷീസാണ്. ഇത് എത്രയും ഭയങ്കര സ്പീഡിൽ ഈ മലയുടെ അതുവഴി കൂടും. അതിൻ്റെ ആ കുളമ്പിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ് അങ്ങനെ. ഇരവികുളം നാഷണൽ പാർക്ക് നിരീക്കുന്നുണ്ടോ അങ്ങനെ. അപ്പോൾ അതിനകത്തോട്ട് നമ്മളിങ്ങനെ കുറച്ച് പയ്യന്മാരെല്ലാം കൂടെ വന്ന്, അപ്പോൾ ഇതുവരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അവർ ഡാൻസ് കളിക്കുകയാണ്. പിന്നെ അവരുടെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് കൊടുത്തു. എന്നിട്ട് അവിടെ ഇരിക്കാനൊക്കെ രസമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ കുടയില്ലെങ്കിൽ ഓടേണ്ടി വരും. പക്ഷെ മഴ നിൽക്കില്ല, ചെറുതായിട്ട് പെയ്യും, പിന്നെ നിൽക്കും, പിന്നെ അങ്ങനെ മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യില്ല. അപ്പം വെരി ഇൻട്രസ്റ്റിംഗ് കാലാവസ്ഥ, മസ്റ്റ് സീ സ്ഥലം, ഒന്ന് കാണേണ്ട സ്ഥലം. നമുക്ക് ഇത്രയും കേരളത്തിൽ കിടക്കുന്ന ഒരു ചെറുത് ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ മൂന്നാറൊക്കെ പോയിട്ടെങ്കിലും 3-4 വർഷത്തിൽ കൂടുതൽ മൂന്നാർ പോയിട്ടുണ്ട്, ഇത്രയും എൻജോയ് ചെയ്തിട്ടില്ല. കാരണം അവിടുത്തെ ആ ഒരു പ്രകൃതിയെല്ലാം അതെല്ലാം ഇപ്പോൾ നമ്മൾ ശരിക്കും കാണുന്നു. ഈ വേനൽക്കാലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം ഉണങ്ങി വരേണ്ടി താഴോട്ടൊക്കെ മേള് കാണും. അതേസമയം ഇപ്പോഴത്തെ ഈ ടൈമാണ് ഏറ്റവും നല്ലത്. മഴ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ അത്ര സുഖം തോന്നില്ല, കാരണം ഞാൻ പാടാണ്. എന്നാലും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് മഴയുള്ളപ്പോൾ തന്നെ ഏറ്റവും നല്ല ലഷി ഗ്രീനായിട്ട് വരും. ഇപ്പോൾ ഒന്നിങ്ങനെ വന്നിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, തിന്നുന്നെങ്കിലും പച്ചപ്പുല്ലൊക്കെ തിന്നുന്നെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെന്താണ് ചെയ്യുന്നതെന്നൊക്കെ അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്.
ഇതൊരു ഗർഭിണിയാണെന്ന് തോന്നുന്നു. ഇത്തിരി വലിപ്പമുണ്ട്. 5 വർഷം കൊണ്ടാണ് ഇതിന് ആയുസ്. പച്ചപ്പുല്ലുകൾ നോക്കി ഉണങ്ങിയത് കഴിക്കാതെ പച്ചപ്പുല്ല് തന്നെ നോക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ആട് ചെറുതാണ് കേട്ടോ. അതാണ് ഇത്രയും വേഗത്തിലൊക്കെ ഈ സ്റ്റെപ്പിലൊക്കെ ഓടാനൊക്കെ പറ്റുന്നത്. അതിൻ്റെ ആ കുളമ്പ് കണ്ടാലറിയാം അതിൻ്റെ ആ പിടുത്തം. ഈ ഒരു സാധനത്തിന് ഇങ്ങനെ ഒരു കഴുകൻ പൊക്കി പറത്തി താഴോട്ടിട്ട് കൊന്ന് തിന്നുന്ന ഒരു വീഡിയോ ഉണ്ട്, നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇതുപോലത്തെ ഇത്രയും അടുത്ത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങളതെല്ലാം കണ്ട് ഇങ്ങോട്ട് താഴോട്ടിറങ്ങാൻ പോവാണ്. അപ്പം അവിടെ നിന്നിട്ട് ആ മഞ്ഞിനെ ആസ്വദിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പലതും നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ്. മൂടൽ മഞ്ഞിൻ്റെ ഒരു അയ്യരുകളിയെന്നോ കശയെന്നൊക്കെ പറയാം. നമുക്ക് നോക്കുമ്പോൾ മേഘങ്ങളൊക്കെ താഴെ കൂടെ പോകുന്നതാണ്. അത്ര പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ബൈക്ക് പോകുന്നു. ഇതൊക്കെ ഫോറസ്റ്റുകാരുടെയാണെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരുടെ ആയിരിക്കും. അല്ലാതെ വാഹനങ്ങൾ കയറ്റി വിടുന്നില്ല. നമ്മൾ തിരിച്ചിങ്ങോട്ട് അടക്കുകയാണ്. അപ്പോൾ മഞ്ഞ് കൂടി വരുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ അതിനകത്തൂടെ അങ്ങോട്ട് പോകുന്ന ഓരോ വ്യൂ പോയിൻറ്റുകളുണ്ട്. നമ്മൾ അവിടോട്ടൊന്നും ഇറങ്ങിയില്ല, കാരണം അതൊക്കെ പിന്നെ സ്ട്രെയിൻവസ്സാണ്. കുറിഞ്ഞി ഗാർഡൻ ഉണ്ട്, കുറിഞ്ഞിപ്പൂവിൻ്റെ ഗാർഡൻ. നീലക്കുറിഞ്ഞിയും വെള്ളക്കുറിഞ്ഞിയും ഉണ്ടെന്ന് തോന്നുന്നു. ഈ എത്ര വർഷത്തിൽ ഒരിക്കൽ കുറിഞ്ഞി ഇങ്ങനെ ഫുൾ പൂക്കുള്ളൂ. 12 വർഷമാണെന്ന് തോന്നുന്നു. പക്ഷെ കുറേശ്ശായിട്ട് അവിടെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയെല്ലാം കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് താമസിച്ചേ വരുള്ളൂ. കാരണം ലൈനിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ അത് വന്ന് റിപ്പയർ ചെയ്ത് റെഡിയാക്കാൻ തന്നെ നല്ല ടൈം എടുക്കും. പക്ഷേ നാച്ചുറലി ഫാനിൻ്റെ ആവശ്യമില്ല, AC-യുടെ ആവശ്യമില്ല, ലൈറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ലൈറ്റ് സോളാർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരുന്നില്ല. ഹീറ്റിങ്ങിനൊക്കെ ഒരു തൽക്കാലം കാടുകളുടെ അകത്ത് നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വിറകുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വെള്ളം പമ്പ് ചെയ്യണമെന്നെങ്കിലൊക്കെ കറണ്ട് വേണം, ഇൻവെർട്ടറും ആവശ്യമാണ്. നമ്മൾ നേരെ പതുക്കെ താഴെ വരെ എത്തി. പിന്നെ ബസ്സിന് കാത്തിരിക്കുകയാണ് തിരിച്ചു വരാനായിട്ട്. ബസ് ഇപ്പോൾ വരും. അവിടെ കാത്തിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരാൻ വലിയ തള്ളൊന്നുമില്ല. അങ്ങോട്ട് കയറിപ്പോകാനാണ് ഭയങ്കര റഷ്. ഒരാട്ടോയും വരുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ ആരുടെയെങ്കിലുമൊക്കെ ആയിരിക്കും, ഫോറസ്റ്റിൽ ആഹാരം കൊണ്ടുവരുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാത്ത വണ്ടികളെ ഇന്നും ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അങ്ങനെ ബസ്സിൽ കയറിയില്ല, ബസ് എത്തിയില്ല. ബസ് ഇപ്പോൾ വരും. എല്ലായിടത്തും ചെമ്പരത്തിയാണ് കേട്ടോ, നിറച്ച് ചെമ്പരത്തിയുണ്ട് പോണ വഴിയിലെല്ലാം. ആ മലയെ ഞാൻ ഒന്നുകൂടെ എടുക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ രസമുണ്ടത്. വെള്ളം ഇങ്ങനെ ഒലിച്ച് വെള്ളച്ചാട്ടം പോലെ വന്നുണ്ട്. ഇനി ഒരു വെള്ളച്ചാട്ടം കാണാം, പോണ വഴിയിലുള്ള വെള്ളച്ചാട്ടം. ഡ്രൈവറോട് സ്പീഡ് കുറച്ച് തന്നു. നേരത്തെ കണ്ടതാണ്, കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. നമ്മളവിടെ നിന്ന് തിരിച്ച് മല ഇറങ്ങിയിട്ട് തിരിച്ച് വന്ന് ഇറങ്ങുന്നത് ഒരു ഹോട്ടലിനകത്താണ്. അവരുടെ ഒരു ക്യാൻറ്റീനാണ്, അതവരുടെ ഒരു വേലയാണ്. അപ്പോൾ ആ ക്യാൻറ്റീനകത്ത് നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. കുഴപ്പമില്ല. ഓടും മീനിന് എന്തോന്നോ മീനാണ് പൊരിച്ച് കൂടുതൽ ഓവർ പൊരിച്ച് പോയി. പക്ഷേ കുഴപ്പമില്ല. അത് അവിടെ നിന്ന് കഴിച്ചില്ലേ പിന്നെ ഇങ്ങനെ തീരെ താഴെ വന്നിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നോർമൽ ഫുഡാണ്, കുഴപ്പമില്ല. ഒരുപാട് പേരുണ്ട്.
വരുന്നവരൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ക്യാൻറ്റീൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നോക്കിയാണ്. അവിടെ കുറച്ച് നീലക്കുറിഞ്ഞി പൂക്കളൊക്കെ വെച്ചിരുന്നു, അതിൻ്റെ ഫോട്ടോസ്. അപ്പോൾ അത് ഞാൻ എടുത്ത് ക്ലോസപ്പിലെടുത്ത് നോക്കിയാണ്. വെള്ളക്കുറിഞ്ഞിയുണ്ട്, നീലക്കുറിഞ്ഞിയുണ്ട്. പിന്നെ അത് അവരുടെ അടുത്ത് ആനിമേഷൻ ഉണ്ട്, അതിനകത്ത് കയറിയില്ല. ഇടത് വശത്ത് കാണുന്നത് 3D എഫക്റ്റ് പോലൊരു ഓഡിറ്റോറിയമാണ്. അയാളുടെ ദിവസമാണ്, അതിനകത്ത് കയറിയില്ല. അങ്ങനെ നേരെ പിന്നെ അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വരികയാണ്. പിന്നെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ കാറിൽ കയറിയിട്ട് താഴോട്ട് പോകും. നല്ല രസമുള്ള കൺസ്ട്രക്ഷൻ, നല്ല നല്ല ആംബിയൻസ്, അടിപൊളി സംഭവങ്ങൾ, സ്റ്റാഫെല്ലാം നല്ല കോപ്പറേറ്റീവ്, നല്ല കൊള്ളാം. അപ്പോൾ നമ്മൾ നേരെ പിന്നെയും താഴോട്ട് തിരിക്കുകയാണ്, തിരിച്ച് റിട്ടേണാണ്. തേയിലക്കാടുകൾ ചുറ്റുമുണ്ട്, തേയില രസമുണ്ട്, തേയിലയുടെ ഇടയിൽ കൂടെയുള്ള യാത്രയാണ്. ഇതിലൊക്കെ ഇവർ ഈ തുരിശെന്നൊക്കെ പറഞ്ഞ് കെമിക്കലൊക്കെ അടിക്കുമെന്ന് പറയുന്നു. എനിക്കതിൻ്റെ കൃത്യത അറിഞ്ഞുകൂടാ. എന്നാലും പ്രകൃതിയെ ചീത്തയാക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് നമുക്ക് തന്നെ പിന്നെ ദോഷമായിട്ട് വരും. അങ്ങനെ താഴോട്ട് തിരിച്ച് വരുന്ന വഴിയിലുള്ള കുറച്ച് നല്ല ഏരിയകൾ ഷൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം തേയില നുള്ളുന്നത് കണ്ട്, അപ്പോൾ തുണി നുള്ളുന്നത് കാണാൻ പാടാണ്, മഴയൊക്കെ ഉണ്ട്. ഇതൊരു മോട്ടർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ഇങ്ങനെ ചെറിയൊരു സാധനം പോലെ, എനിക്കൊന്ന് നമ്മുടെ വൈബ്രേറ്റർ പോലത്തെ എന്തോ സാധനമാണ്, അത് വെച്ചിട്ടാണ് ഇതിങ്ങനെ പുറത്തുകൂടെ ആക്കിയിട്ട് കളക്ട് ചെയ്യുന്നുണ്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനെ ട്രെന്ന്. അത് അങ്ങനെ അത് വളരെ അതിനകത്ത് അത് മറ്റേ ഇളം തളിര് അതിനകത്തോട്ടാകും. അങ്ങനെ അതിങ്ങനെ അതുണ്ട്, അത് വെച്ചിട്ട് അതൊരു മെഷീൻ പോലത്തെയാണ്, അത് വെച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട്. പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒക്കെ ഉണ്ട്, ഇത് ആണുങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാക്കുമ്പോൾ ആ ഇല വെട്ടി അതിനകത്തങ്ങാവും, അതൊരു വേറൊരു പാക്കിലോട്ട് ഇടുകയാണ്. പിന്നെ നമ്മൾ താഴോട്ടിങ്ങനെ വന്നു. താഴോട്ട് വന്നിട്ട് നേരെ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് ഹോട്ടലിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നേരത്തെ കാണിച്ചതാണ്, പക്ഷെ വേറൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ്. ദേശാടൻ എന്നാണ് ഇത് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടെയൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല മനോഹരമായ സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും മലകളും മഞ്ഞുകളും എല്ലാം താഴെയാണ്, അത്ര ഹൈറ്റാണ്. ഇവിടെ ഏറ്റവും പൊക്കം കൂടിയ സ്ഥലമാണ്. പൊക്കം കൂടിയ സ്ഥലത്തുള്ള റിസോർട്ട്, ഇതിനാളും പൊക്കം കൂടിയ സ്ഥലമുണ്ട്, പക്ഷെ പൊക്കം കൂടിയ സ്ഥലത്തുള്ള റിസോർട്ടാണ്. ഇഞ്ചി ഉണ്ടോ, ഇഞ്ചി ബ്ലൂ ജിഞ്ചർ എന്ന് പറഞ്ഞ്, നീല ഇഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ വയനാടുണ്ട്, അതും കാണാൻ കാട്ടിനകത്താണ്. അപ്പോൾ അങ്ങനെ ഒരു മലയുണ്ട്, നല്ല വലുത്, ഭയങ്കര വലുത്. അത് ആ കാണുന്ന ബ്ലാക്ക് കളറാണ്. അതിങ്ങനെ മേളിലോട്ട് കയറി പോകാനായിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പോകുന്നു, വലിയതാണ്. ഇത് ജയൻറ്റ് ടെയിലിൽ എന്തോന്ന് അങ്ങനെയാണ് പറയുന്നത്, മലയെണ്ണാൻ വലുതാണ്. കയറി മേളിലോട്ടങ്ങ് പോയി അതിനെ കണ്ടിട്ട് പിന്നെ കുരുവികളൊക്കെ കാണാം കേട്ടോ, കുറേ കുരുവികളൊക്കെ ഉണ്ട്. അതതിൻ്റെ ആവാസ കേന്ദ്രമായിരിക്കും അത്. അതിലോട്ട് അങ്ങനെ മേളിലോട്ട് കയറിപ്പോയി. പിന്നെ നമ്മൾ താഴോട്ടിറങ്ങി. ഇപ്പം ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കയറി നോക്കാൻ വേണ്ടി മേളിലോട്ട് പോകണം. അത് ആ പാറക്കെട്ടിൽ കൂടെ സ്റ്റെപ്പിൽ കൂടെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ അതിന് കുറേ കൂടെ പൊക്കത്തിൽ നിന്നിട്ടൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിലോട്ട് വെറുതെ ഒന്ന് കയറുകയാണ്. അത് സൂക്ഷിച്ചൊക്കെ വേണം കയറാൻ, കാരണം നോർമൽ സ്റ്റെപ്പൊന്നുമില്ല, കല്ലിങ്ങനെ വെട്ടി വെച്ചിട്ടുള്ള പോലെയാണ്. കെയർഫുള്ളായിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ വഴുതി വീഴും. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കയറുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ മേളിലെ വ്യൂ പോയിൻ്റ് കയറാനായിട്ട് മേടി വലിഞ്ഞ് കയറുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ലോബിയേക്കാളും പൊക്കത്തിലാണിത്. അവിടെ ഒരു വാട്ടർ ടാങ്കും വെച്ചിട്ടുണ്ട്, പ്രഷർ കിട്ടാനാണ്. നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ നമുക്ക് ചെറുതായിട്ട് വെള്ളം നിന്നു. അപ്പോൾ എനിക്കൊന്ന് ടാങ്ക് തുറക്കാൻ മറന്ന് അങ്ങനെ കണ്ടാണ്. പിന്നെ ഉടൻ തന്നെ വന്നു, ശരിയാക്കി തന്നു. നല്ല ഫുഡ്, നല്ല രാവിലത്തെ ബുഫയൊക്കെ നല്ല ഫുഡാണ്. അപ്പോൾ അവിടെ കയറിയതിന് ശേഷം പുള്ളിക്കാരി താഴോട്ട് ഇറങ്ങി വരെയാണ്. താഴത്തൊക്കെ അവിടെ മേളിലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, അതിലിങ്ങനെ ആടാം, അങ്ങനത്തെ ഒക്കെ. നമ്മൾ ക്യാമറയെ കൊണ്ട് മേളിലോട്ട് വലിഞ്ഞ് കയറിയില്ല, കാരണം തണുപ്പായതുകൊണ്ടും
കൂടുതൽ എക്സസൈസ് വേണ്ടെന്നുള്ള കണ്ടീഷനിലൂടെയാണ് അങ്ങോട്ട് വലിഞ്ഞു കയറാത്തത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇന്ന് നല്ല ഫോട്ടോഷൂട്ടിനുള്ള നല്ല ഏരിയാസ് ഉണ്ട്. അവിടെ നമ്മളിങ്ങനെ നിന്ന് കറങ്ങി കിടന്ന് അവിടെ തന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ ഹോട്ടലിനകത്ത് നിന്ന്. അപ്പോൾ അതിങ്ങനെ രസമുള്ള ഏരിയ ആയതുകൊണ്ട് നിൽക്കാനൊക്കെ രസമുണ്ട്. കോട്ടിട്ടുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കോട്ടിട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ, അത്രയും തണുപ്പുണ്ട്. അപ്പം അവിടെ നിന്നുള്ള സീനുകളാണ്, ഹോട്ടലിലെ സീനുകളാണ് ഈ കാണുന്നത്. താഴോട്ടൊക്കെ നോക്കുമ്പോൾ മഞ്ഞ് മാത്രമേ കാണാവൂ, വേറെ ഒന്നും കാണാനില്ല. ഇതാ ഹോട്ടലിന് അകത്തോട്ടൊരു വഴിയുണ്ട്, ചെറിയ വഴി. അവിടെ ഒരു പ്രൈവറ്റ് ഒരു ഏലത്തോട്ടം കൊണ്ടാണ് റബ്ബർ, അത് കുരുമുളക് അങ്ങനെ അതിലോട്ട് വേണമെങ്കിൽ കയറാം. പക്ഷെ അവിടെ കുറേ പട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്, പിന്നെ നമ്മൾ അങ്ങോട്ട് കയറിയില്ല. അതുപോലെ മഴയും ഉണ്ട്, മഴ ചാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ചെറുതായി. പിന്നെ അവിടെ ഇതൊക്കെ നോക്കി ഇരുന്നിട്ട് നേരെ ഒന്നുകൂടെ അവിടുത്തെ വ്യൂ ഒക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ഉണ്ടായുടെ അല്ലേ കിയാടെ കാരൻസിലാണ് പോയത്. നല്ല വണ്ടിയാണ്, 1500 cc ഉള്ള നല്ല വണ്ടി, നല്ല പുള്ളുണ്ട്, 6 പേർക്ക് സൂപ്പറായിട്ട് പോകാം. ഇന്നോവ കാറിനേക്കാളും വലിയ വീൽ ബേസാണ്, നല്ല കംഫർട്ടബിളുമാണ്, നല്ല പവറുണ്ട്, മൈലേജും ഉണ്ട്. ആവറേജ് 15 വരെ കിട്ടും, നല്ലതുപോലെ അവിടെ 18 കിട്ടും. ഇവിടുത്തെ പൂക്കളുടെ മനോഹാരിത എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, കാണേണ്ടതാണ്. അവരുടെ ഫ്രണ്ട് ഓഫീസാണിത്. അപ്പോൾ അവിടെ താഴെ കല്ലൊക്കെ ഇങ്ങനെ പാകിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ പേരും ഇങ്ങനെ കല്ലിലിങ്ങനെ ശരിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കല്ലിക്കൊത്തിയാണോ ചോദിക്കാൻ മറന്നുപോയി, പക്ഷെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സിമെൻറ്റിലിങ്ങനെ ആക്കി ചെയ്തതാണെന്ന് തോന്നുന്നു, കല്ലിൻ്റെ പുറത്ത്. ഇത് ആ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വഴിയാണ്, നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു. അപ്പം ഇങ്ങനത്തെ 2 കോട്ടേജസ് ഇങ്ങനത്തെ ഉള്ളൂ, അതിലൊന്നുമില്ല ആളായി ഇപ്പോഴും. ഇപ്പം നേരത്തെ ആളായിരുന്നു, ഇപ്പോൾ അവർ ഒഴിഞ്ഞപ്പോൾ അടുത്ത ആളായി. നമ്മൾ ഇപ്പുറത്തെ കോട്ടേജ്, ബാക്കി എല്ലാം ഇങ്ങനെ റൂംസ് പോലെയാണ്. അപ്പോൾ അതിനൊക്കെ ചാർജ് കുറവാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അന്നത്തെ വൈകിട്ടത്തെ ഒരു കറക്കത്തിന് വേണ്ടി നമ്മൾ ചുമ്മാ അവിടെ ഇറങ്ങി അവിടെ എല്ലാം ചുറ്റി നടക്കുകയാണ്. ഈ നല്ല അടിപൊളി കാലാവസ്ഥ, നല്ല പൂക്കളൊക്കെ, കാന, കുറേ പൂക്കളൊക്കെ നിൽക്കുന്നു, പനീർ റോസ്, അതുപോലെ തന്നെ പല 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 പൂക്കളുണ്ട്. താഴോട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്, നല്ല രസമായിട്ടൊക്കെ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഭൂമിയുടെ പ്രകൃതിക്കനുസൃതമായി ഉള്ള ആ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ താഴോട്ടൊക്കെ നമ്മൾ ഇറങ്ങി വെറുതെ സ്റ്റെപ്പിൽ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ, നമ്മുടെ സർപ്പഗന്ധി ഇരിപ്പുണ്ട്, അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ട്, ജമന്തി പൂക്കൾ, അങ്ങനെ കാന രസമുണ്ട് കാണാൻ. പിന്നെ തിരിച്ച് നമ്മളിതേപോലെ, അപ്പോൾ അത് അവിടുത്തെ ആ മനോഹാരിത നമുക്കത് കാണുമ്പോഴേ പിടികിട്ടും, എന്തൊരു ലഷി ഗ്രീനാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഉജാറ് വരുള്ളൂ, മനസ്സൊക്കെ കോമാവുള്ളൂ, നല്ല റിലാക്സ്ഡ് ആവുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് ടെൻഷൻ അടിച്ചൊന്നിരിക്കരുത്, അവിടുത്തെ പ്രകൃതിയായിട്ട് നല്ല എൻജോയ് ചെയ്യണം, എന്നാലേ അത് രസമുള്ളൂ. അല്ല ബിസിനസ് എങ്ങനെ നടക്കുന്നു അവിടെ പോയി ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ കുളമാവും. എതിരെ കാണുന്നതാണ് അവരുടെ ഈ കളിക്കുന്നൊരു സ്ഥലമേള, അത് നമുക്ക് ഇത്തിരി കഴിഞ്ഞ് കാണിക്കാം. അവിടെ കുറച്ച് ഗെയിമുകളൊക്കെ വെക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ കിട്ടണം, നല്ല വ്യൂ ഉണ്ട് അവിടെ. ഇവർക്ക് 2-3 ഹോട്ടൽസ് ഉണ്ട് അവിടെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി തിരിച്ചത്. അവിടെ പൂക്കളുടെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അപാരം തന്നെ. തിരിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് വന്നതിന് ശേഷം മറ്റേ അടുത്ത ഞാൻ പറയും മേളിലൊരു ഹോള് പോലെ ഉണ്ട്, അവിടെ ഇങ്ങനെ കളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ളതും ക്യാരം ബോർഡും മറ്റേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ പോലെ ഇങ്ങനെ കളിക്കുന്ന സാധനങ്ങളും അങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെയും വ്യൂ കൊള്ളാം. അത് നോക്കുമ്പോൾ ഒരു പഴയ അബാൻഡൻഡ് ആയിട്ടുള്ള വേറൊരു പണ്ടത്തെ റിസോർട്ടും കാണാൻ പറ്റും താഴോട്ട് നോക്കുമ്പോൾ. ആണ്ടോ മേഘങ്ങളൊക്കെ താഴെ കൂടെയാണ് പോകുന്നത്. ഇത് ഗ്ലാസ് കവേർഡായിട്ടുള്ളൊരു ഇതുപോലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് പിന്നെ ടേബിൾ ടെന്നീസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അതും എല്ലാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ രസമാണ്. അവിടെ അപ്പുറത്തെ ഹോട്ടലിൻ്റെ സൈഡ് കാണാം,
ഒരു ഡയസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാർട്ടിയോ മീറ്റിങ്ങുകളോ എല്ലാം നടത്താനായിട്ടൊക്കെ ചോദിച്ചാൽ അവർ തരും. അങ്ങനെയായിരിക്കും അത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഒരു അബാൻഡൻഡ് കിടന്ന് താഴെ കണ്ട ബിൽഡിങ്ങാണ്. പണ്ടവിടെയോ റിസോർട്ടിന് വേണ്ടി ചെയ്തിട്ട് പൂട്ടിയിട്ട് പോയതാണത്. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്നുള്ള ആ ഹോട്ടലിൻ്റെ വ്യൂ ആണ്, സെയിം ഹോട്ടലിൻ്റെ വ്യൂ. അപ്പുറത്തെ ഹോളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രസമായിട്ടൊക്കെ ചെയ്തൊക്കെ എല്ലാം വെച്ചിരിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ ചാർജൊക്കെ നോർമലാണ്, വലിയ പൈസയൊന്നും കൂടുതലല്ല. ഉഗ്രൻ വ്യൂ ആണ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. പിന്നെ നമ്മളവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ നിന്ന് ഇവിടെയാണ്. ഇനി നേരെ മഞ്ഞുണ്ടോ, ഭയങ്കര മഞ്ഞും മൂടൽ മഞ്ഞും മഴയും ചെറിയ മഴയും കാറ്റും ഉണ്ട്. അങ്ങനെ താഴോട്ട് വന്ന് നേരെ നമ്മൾ ഈ രാമക്കൽ മേടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. വരുന്ന വഴിയിലുള്ളതാണ് അവിടെ ഇത് കാണാൻ, ഈ ഫാൻ കാണാൻ പോയതാണ്. വിൻഡിൽ പ്രവർത്തിക്കുന്ന, വിൻഡ് എനർജി ഉണ്ടാക്കുന്ന സാധനം കാണാൻ പോയതാണ്. അവിടെയും വ്യൂ കൊള്ളാം. അവിടെ കയറി നേരെ വന്ന് അതൊരു എൻ പോയിൻ്റ് പോലെയാണ്. ഒരു പാറയുടെ പുറത്ത് കയറി നിന്നിട്ട് നമ്മൾ അവിടെ എല്ലാം നോക്കി. ഇത് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ കുഞ്ഞായിട്ടൊക്കെ അടുത്തൊരു ഭയങ്കര വലുതാണ്, വിവാഹകാരൻ സൈസാണ്. ഇത് ഞങ്ങൾ നേരത്തെ കുറ്റാലത്ത് പോണ വഴിയിലും തോള പോണ വഴിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ന്യൂക്ലിയർ പവർ റിയാക്ടർ മറ്റേ കാണാൻ പോയപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിലുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഇതിൻ്റെ അടുത്തുകൂടെ പോയി, എൻ്റെ അടുത്ത് മേളിൽ വരെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി പോവും. അങ്ങനെയാണ്. അപ്പം ഇത് ആ വ്യൂ നോക്കിക്കോളും, ഭയങ്കര ഫാൻറ്റാസ്റ്റിക് വ്യൂ ആണ്. ഇങ്ങനെ ഒന്ന് കയറുമ്പോണ്ട അതിനോളം പൊക്കമായി ആ സാധനം വെക്കുന്നത്, ഭയങ്കര ഹൈറ്റിലിരിക്കുന്നതാണ്. എപ്പോഴും കാറ്റുള്ളൊരു ഏരിയയാണ്. എനിക്ക് തോന്നുന്നു പാലക്കാട് ഏതൊരു സ്ഥലം കഴിഞ്ഞാൽ അടുത്ത് ഇവിടെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലം. അതുകൊണ്ടായിരിക്കണം അതവിടെ ആ ജനറേറ്റർ അവിടെ വെച്ചിരിക്കുന്നത്, വിൻഡിലുള്ള ജനറേറ്റർ വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ക്ലോസിൽ വളരെ ക്ലോസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് റിട്ടേൺ വഴിയിലാണ് ഇത് സംഭവങ്ങൾ. വെറുതെ അതുവഴി കയറിയതേ ഉള്ളൂ. നമുക്ക് പാഞ്ചാലി മേടുമായിട്ട് ഇത് മാറിപ്പോയി. പാഞ്ചാലി മേടാണ് ആക്ച്വലി പോവേണ്ടത്. ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഇവിടെ. രാമക്കൽ മേടുമായിട്ടൊന്ന് മാറിപ്പോയി. ഏതായാലും ഇവിടെ കൂടെ കണ്ടു. എന്നിട്ട് എങ്ങനെ വന്ന് അവിടെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും. ഒരു മണ്ടേ കയറി കണ്ടോ, 4 ചുറ്റും ഇങ്ങനെ കറങ്ങി കാണാൻ പറ്റും. ആൾക്കാരോട് ഒരു പശുവിനെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്, ചെറിയൊരു പ്രാർത്ഥന പോലത്തെ സംഭവമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ മേളിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് മേളിലോട്ട് ഇങ്ങനെ നടക്കുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട്, ശരിക്കും നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഈ കാറ്റാടിപ്പാടം വയ്ക്കുന്നതേ. ഇത് ഭയങ്കര സ്പീഡിൽ കറങ്ങിയില്ലെങ്കിലും നല്ല വോൾട്ടേജ് വരുമെന്നാണ് തോന്നുന്നത്. എൻ്റെ കറക്റ്റ് മെക്കാനിസം, എൻ്റെ ആ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും കറങ്ങുന്നത് ചെറുതായിട്ട് കറങ്ങിയാലും നല്ല പവർ വെളി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര റൊട്ടേഷൻ ഇത്ര വാട്ട് കറണ്ട് ഉണ്ടാകുന്ന കൊണ്ട് ഒരു റൂളുണ്ട്. അങ്ങനെ ഇതെല്ലാം ഫോറിനാണ് ആ സാധനങ്ങളെല്ലാം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അവിടെ നമ്മൾ താഴോട്ട് പോവാണ്. ഈ വ്യൂ കണ്ടാൽ മനസ്സിലാവും. ഉണ്ടോ, മറ്റേ ഇങ്ങനെ സൂം ഇട്ടെടുത്തിരിക്കുന്നുണ്ട്, അതൊക്കെ വളരെ അടുത്ത് കണ്ടത്. ഇതെല്ലാം സാംസങ്ങിൻ്റെ S23 ഇട്ടാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ റിയർ ക്യാമറ വെച്ച്. ഒരു പശു അവിടെ നിൽപ്പുണ്ട് കെട്ടിയിരിക്കുന്നു. വൈഫ് അവിടെ നിന്നിട്ട് അവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുകയാണ്, ഇങ്ങനെ എന്താണ് സംഭവം എന്നൊക്കെ.
ഞങ്ങൾ പിന്നെ അവിടെ താഴോട്ടിറങ്ങി. താഴോട്ടിറങ്ങിയിട്ട് ഇനി വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു വീടുണ്ട്, കഫറ്റീരിയ പോലെ ഉണ്ട്. അതിനകത്ത് ഒരു 2-3 പൂച്ചകളൊക്കെ ഉണ്ട്, രസമുണ്ട്. 3 എണ്ണം അവർ വളർത്തുന്ന പൂച്ചകളാണ്. അപ്പം അതിനെയൊക്കെ ശ്രദ്ധിച്ച്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയുണ്ട്, കട ഓപ്പണല്ല. പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് തേക്കടിയിൽ വന്നു. തേക്കടി വഴിയാണ് വരുന്നത്. തേക്കടിയിലെത്തി. കുമിളിയിൽ വന്നിട്ട് അവിടെ ഹോട്ടൽ ആമ്പാടി എന്നൊരു ഹോട്ടലുണ്ട്. ഞാൻ പണ്ടേ അവിടെ കയറുന്നതാണ്. നല്ല ഹോട്ടൽ, രസമുള്ളൊരു ഹോട്ടലാണ്. നല്ല ഊണ് കിട്ടും. നമ്മൾ ഈ ലോക്കൽ കടകളിൽ ഊണൊന്നും അത്ര കൊള്ളൂല. തൊട്ടപ്പുറത്തൊരു മാംഗോ ബേക്കറി ഉണ്ട്, അത് നല്ലതാണ്. അവിടെ ഞങ്ങളിപ്പോൾ പോകാൻ പറ്റിയില്ല. മുമ്പ് നമ്മുടെ തേക്കടി വീഡിയോയിൽ ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആമ്പാടി ഹോട്ടലാണ്. ആമ്പാടി ഹോട്ടലിൽ കയറി അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു. ഒരുപാട് കാലം കൊണ്ടുള്ള ഹോട്ടലാണ്. നമ്മുടെ അല്ലേ സിമൻറ്റ് ഇടാതെ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. പണ്ടത്തെ മാനേജ്മെൻറ്റ് മാറി, ഇപ്പോൾ വേറെ ഏതോ പുതിയ മാനേജ്മെൻറ്റാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫുഡ് നല്ലതാണ്, തിരക്കില്ല. മീൽസും വാങ്ങിച്ചു. പിന്നെ മീൻ പൊരിച്ചതും വാങ്ങിച്ചായിരുന്നു. കറി വെച്ചതും കൊഞ്ച് പൊരിച്ചത്, കൊഞ്ചിൻ്റെ റോസ്റ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ അതാണ് കാണുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. രസമുള്ളൊരു കൺസെപ്റ്റും ഒരു ആർക്കിടെക്ചറൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കുരങ്ങനെ കാണാം. കറുത്ത ഭയങ്കര വലിയ കറുത്ത കുരങ്ങന്മാരുണ്ട് ആ ബാക്ക് സൈഡിൽ. അത് ഇത്തിരി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബൈസണേയും കാണാം. ഞങ്ങളത് നോക്കിയപ്പോൾ അതൊക്കെ നമ്മളെ മുമ്പ് തേക്കടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഉച്ചകാലത്തെ ഫുഡും കഴിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാണ്. ഇനി നമുക്ക് നേരെ മുണ്ടക്കയത്തുള്ള നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം. അവിടോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു വെള്ളിയാഴ്ച രാവിലെ ഇറങ്ങി സൺഡേ വൈകിട്ട് സ്കൂട്ടി എന്ന രീതിയിലാണ്. നല്ലൊരു വെരി 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 എൻജോയിങ് ജേണിയായിരുന്നു. പ്രകൃതിയെ നല്ല പോലെ ആസ്വദിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റും നല്ല രസമുള്ള ഏരിയ. മൂന്നാർ ഒരു പ്രാവശ്യമെങ്കിലും തീർച്ചയായിട്ടും പോകണം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ ഞാനൊന്ന് നല്ലപോലെ എടുത്തതാണ്. പല ആർക്കിടെക്ചർ സാധനങ്ങളിങ്ങനെ എടുക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൊടുത്താണ്. ആഹാരത്തിൻ്റെ സാധനങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി ഇനി മുണ്ടക്കയത്തോട്ടാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോണത് കേട്ടോ. മാപ്പിട്ടാൽ ചിലപ്പോൾ ചുറ്റി കറങ്ങി പോവുകയും വരും. പക്ഷെ എന്തായാലും പോകേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. അതാണ് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ മുണ്ടക്കയത്തോട്ട് പോകണം. പിന്നെയും മഞ്ഞ് തുടങ്ങി. അടുത്ത് എത്താറായപ്പോൾ ഭയങ്കര മഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. മൂടൽ മഞ്ഞുണ്ട്, നല്ലതുപോലെ മൂടൽ മഞ്ഞുണ്ട്. റോഡ് കാണാൻ പറ്റാത്തത്ര മൂടൽ മഞ്ഞുണ്ട്. ഇവിടെ ശരിക്കും ആക്സിഡൻറ്റ് നടക്കുന്ന ഏരിയയാണ്. അവിടെ ഇപ്പോഴും ഇന്നും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ വരുന്ന വഴിക്ക്. അങ്ങനെ ഒരു നല്ല മെമ്മറബിളായിട്ടുള്ള ഓർമ്മകളായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയും സമയം കിട്ടുമ്പോൾ മൂന്നാർ നമ്മൾ പോകും, കറങ്ങുന്ന ഓരോ ഏരിയ കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പം നിങ്ങളും ഇത് നല്ല എൻജോയ് ചെയ്തെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ. ഭയങ്കര മുടൽമഞ്ഞ് താഴോട്ട് വരുന്തോറും കൂടി വരെയായിരുന്നു കേട്ടോ. നല്ല ഇരുട്ട് പോലത്തെ മുടൽമഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് മുണ്ടക്കയത്തിൽ നിന്ന് വണ്ടമ്പതാലാണ് അവരുടെ വീട്. അപ്പോൾ അവിടത്തോട്ട് പോവാണ്. അപ്പോൾ അത് മാപ്പിലിട്ടിട്ട് അതിൻ്റെ റൂട്ടുമായിട്ടാണ് പിടിച്ചാണ് ഈ പോണത്. ചെറിയ മഞ്ഞുമുണ്ട്, നല്ല മഞ്ഞുമുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും പാക്കലാം. ഇതുപോലെ പോണ വഴിക്ക് ഇതുപോലെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ല കണ്ടോ, ഫുൾ മൂടൽ മഞ്ഞാണ്. ഇത് കണ്ടാൽ നമുക്ക് ഒരു സ്വിറ്റ്സർലൻഡ് പോലും തോറ്റുപോകും. ഇത് അത്രയ്ക്ക് രസമുള്ള ഒരു ഏരിയയാണ്. കേരളം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്.
അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.